അവരും ഞങ്ങളുമേ ഇന്നുണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങളും, അവർ എന്ന് പറയുന്നത് ബാക്കി മുഴുവൻ ബോഡിയും. കേരള സമൂഹത്തെ പ്രത്യേകിച്ച് ബാധിക്കുന്ന വിഷയങ്ങളൊന്നും അല്ലെങ്കിലും സമൂഹത്തിന് കേൾക്കാൻ ഇഷ്ടമുള്ള വിഷയമാണ് സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഗോസിപ്പുകൾ. താരസംഘടന അമ്മയിലുണ്ടായ വിവാദങ്ങൾ നമ്മളെല്ലാവരും അറിഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് ലക്ഷ്മിപ്രിയ എന്ന നടി ഹൻസിബ എന്ന നടിക്കെതിരെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ഹൻസിബ മദ്യപാനിയാണെന്നും മദ്യത്തിന്റെ കാശ് ഞാനാണ് കൊടുത്തതെന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു. അത് കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഒരു 100%-ൽ 80% ഹൻസിബയുടെ ഭാഗത്ത് നിന്ന ഈ സമൂഹം, അല്ലെങ്കിൽ സിനിമ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ ആ അമ്മ എന്ന സംഘടനയുള്ളവർ ചിന്തിച്ചിട്ടുണ്ടാവും, സ്വന്തം ഇമേജ് തന്നെ കളഞ്ഞു പൊളിച്ചുകൊണ്ട് ലക്ഷ്മിപ്രിയ ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ എന്തെങ്കിലും അതിൽ കാര്യമുണ്ടാവും എന്നൊരു ചിന്ത അവരുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുതന്നെയാണ് ലക്ഷ്മിപ്രിയ എന്ന നടി അബദ്ധവശാൽ പറഞ്ഞതല്ല, കരുതിക്കൂട്ടി പറഞ്ഞതിലൂടെ ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതിനൊരു മാർക്കറ്റിംഗ് തന്ത്രമുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഒരാൾ ഒരു മോഷണം നടത്തുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അതിലുള്ള വിശ്വാസ്യതയേക്കാൾ എത്രയോ മടങ്ങ് വലുതായിരിക്കും ഞാനും അയാളും ചേർന്നിട്ടാണ് മോഷണം നടത്തിയതെന്നും അതിന് അയാൾക്ക് മോഷണം നടത്താനുള്ള ഏണി വെച്ചു കൊടുത്തത് ഞാനാണെന്നും കൂടി പറയുമ്പോൾ ഉണ്ടാവുക. കാരണം അവിടെ സ്വന്തം ഇമേജ് പോലും കളങ്കപ്പെടുമെന്ന് അറിഞ്ഞുകൊണ്ടും കൊണ്ട് ഇങ്ങനെ വെളിപ്പെടുത്തി നടത്തുമ്പോൾ അതിന്റെ വിശ്വാസ്യത 10 മടങ്ങ് വലുതാണ്. ആ ഒരു ലോജിക്കാണ് ഇവിടെ ലക്ഷ്മിപ്രിയ എന്ന നടി ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൽ മറുനാടന്റെ ഒരു ചാനലിൽ വന്നൊരു ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഹൻസിബ എന്തിനാണ് ലക്ഷ്മിപ്രിയക്കെതിരെ പരാതി കൊടുക്കുന്ന പോലെ സ്വാതിക്കെതിരെ കൂടി പരാതി കൊടുത്തത് എന്നുള്ളത്. അവിടെയാണ് ഇതിന്റെ ലോജിക്ക് കിടക്കുന്നത്. അമ്മയുടെ ജനറൽ ബോഡി കഴിഞ്ഞതിന് മുമ്പ് തന്നെ ശ്വേത പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പരാതികളൊക്കെ സമൂഹ മാധ്യമത്തിലും കേൾക്കുന്നുണ്ട്, എന്റെ ഏറ്റവും വലിയ കോടതി ജനറൽ ബോഡിയാണെന്നുള്ളത്. എന്നാൽ ജനറൽ ബോഡിയിൽ പൂർണ്ണമായിട്ട് തന്നെ ഈ ശ്വേത മേനോനെയും ഈ കമ്മിറ്റിയെയും ജനറൽ ബോഡിയിലുള്ള മുഴുവൻ അംഗങ്ങളും തള്ളിപ്പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അന്ന് മാലാപാർവതി പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്വേത മേനോൻ അവർക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ തേജോവധം ചെയ്യാൻ PR ഏജൻസിയെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നുള്ള വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. കൂടാതെ കമ്മിറ്റി കഴിഞ്ഞതിന് ശേഷം ലക്ഷ്മിപ്രിയ പറഞ്ഞൊരു 1-2 വാക്കുകളുണ്ട്. ഇവിടെ 2 വിഭാഗം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിൽ ഒരു വിഭാഗം നമ്മുടെ കമ്മിറ്റി അംഗങ്ങളായിരുന്നു, മറുവിഭാഗം അവിടെ പങ്കെടുത്ത മുഴുവൻ ജനറൽ ബോഡിയിലുള്ള മുഴുവൻ ജനങ്ങളുമായിരുന്നു എന്നുള്ളത്. അതായത് ശ്വേതമാൻ ആഗ്രഹിച്ചതുപോലെ കോടതിയായ ജനറൽ ബോഡിയിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു, പറ്റിയില്ല. അത് രക്ഷപ്പെട്ടില്ല എന്ന് കണ്ടപ്പോൾ PR ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ഹൻസിബ എന്ന നടിയെ തേജോവധം ചെയ്യാനുള്ള ശ്വേത മേനോൻ ലക്ഷ്മിപ്രിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് മാർക്കറ്റിംഗിൽ ജോലി ചെയ്ത ഒരാൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും പറ്റും. സ്വന്തം ഇമേജ് കളഞ്ഞു പൊളിച്ചാലും സാരമില്ല, ആ പറയുന്ന കാര്യങ്ങൾക്ക് ജനങ്ങളിൽ വിശ്വാസ്യത ഉണ്ടാക്കാൻ ഇവരെല്ലാവരും ഒരുപോലെ തന്നെയാണ്, നടീനടന്മാരല്ലേ, എല്ലാവരും മറ്റേ ഡ്രിങ്കിന്റെ ആളാണ്, എല്ലാവരും വഴിപെട്ട് ജീവിതം നയിക്കുന്നവരാണ് എന്ന തോന്നൽ സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കാനാണ് സ്വന്തം ഇമേജ് പോയാലും സാരമില്ല എന്ന് കരുതിക്കൊണ്ട് ലക്ഷ്മിപ്രിയ ഹൻസിബക്കെതിരെ കള്ള് ഒഴിച്ചു കൊടുത്തത് ഞാനാണെന്നും അതിന് കാശ് കൊടുത്തത് ഞാനാണെന്നും ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചാണ് അവിടെ പോയതെന്നും എന്നൊക്കെ വെളിപ്പെടുത്തുന്നത്. ബൈ.